എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയൊരു പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പം നമ്മളതിന് സ്വന്തമായിട്ട് ഗോതമ്പ് പൂവട എന്നൊക്കെ ഒരു പേരൊക്കെ ഇട്ടു. നമ്മുടെ ആട്ടപ്പൊടി വെച്ച് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കിയാലോ. ഗോതമ്പ് പൂവട. അപ്പം നമ്മുടെ ഗോതമ്പ് പൊടിയും ശർക്കരയും തേങ്ങായും മാത്രമേ നമ്മളിതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പൂൺ, ഒരു 5 സ്പൂണ് ഗോതമ്പ് പൊടി, നമ്മുടെ സാധാ ആട്ടപ്പൊടിയാണ്. 5 സ്പൂൺ ഇട്ട് കൊടുത്ത് ഇനിയിപ്പം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് അതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്കൊരു കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി. നമ്മൾ മധുരം വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ശകല ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ആ ഗോതമ്പ് പൊടിക്ക് ജസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ. ഇനി ആ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ലൈറ്റ് ചൂടുവെള്ളത്തിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കിയല്ലേ അതുപോലെ ഒന്ന് കുഴച്ച് നമുക്കൊന്ന് എടുക്കാനേ. അതിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കണം. പച്ചവെള്ളം ഒഴിച്ച് കുഴക്കരുത്. അപ്പോൾ നമ്മുടെ മാവ് ഈ ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേശ്ശെ ഇങ്ങനെ ഈ പുട്ടിനൊക്കെ നനച്ച് അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ സാധാരണ കുഴച്ചെടുക്കുകയല്ലേ അതുപോലെ എടുത്താൽ മതി. ഇത് എങ്ങനെ നമ്മൾ നല്ല ചപ്പാത്തിക്കുള്ള കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കിവിടെ കുഴച്ച് വെച്ചേച്ച് നമുക്കിതിനകത്ത് വെക്കാനായിട്ടൊരു കൂട്ട് തയ്യാറാക്കണം. അത് നമുക്ക് തയ്യാറാക്കി എടുത്തുകൊണ്ടിരാവേ. നമുക്ക് നമ്മുടെ പൂവട ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ തയ്യാറാക്കി വെച്ചു. ഇനി നമുക്ക് അതിനൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവേ. നമ്മൾ 1 സ്പൂൺ നെയ്യ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തോട്ട് വേണ്ടത് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഈ നെയ്ക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ. ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കും. ഈ തേങ്ങ ഈ നെയ്ക്കകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് വാട്ടിയെടുക്കുക എന്നൊക്കെ പറയുമല്ലേ എന്ന് പറഞ്ഞാൽ ഇനി നമുക്കിതിനകത്തോട്ട് വേണ്ടുന്നത് നമ്മുടെ ശർക്കരയാണ്. ഞാൻ ഈ ശർക്കര പാനിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാനതൊരു ആവശ്യത്തിനുള്ള ഒരു 3 സ്പൂണ് ഉണ്ട് അതങ്ങ് ഒഴിച്ച് കൊടുത്തു. നമുക്ക് ശർക്കരയുടെ നമ്മളുണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ അളവ് നമുക്ക് കൂടുതൽ വേണം. ഞാനിതൊരു 10 എണ്ണം പരുവത്തിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 10 എണ്ണത്തിനുള്ളതാണ് ഞാൻ ഈ എടുക്കുന്നത്. നമ്മളിങ്ങനെ ശർക്കര പാനിയാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ പിന്നെ നമ്മളത് അരിക്കാൻ പോകണം ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും ശർക്കര പാനിയായിട്ട് എടുത്ത് വെച്ചിരിക്കും. ഇനി നമുക്കിതിനകത്തോട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരത്തെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താം. 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരത്തെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ്. ഞാനിങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളപ്പോൾ എടുത്ത് സമയലാഭവും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. എത്ര നാൾ വേണേലും അവിടെ ഇരുന്നോളും. ഈ തേങ്ങായും നമ്മുടെ ശർക്കരയും ആ നെയ്യും ഏലക്കായും ജീരകമൊക്കെ കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ആകട്ടെ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മുന്തിരിങ്ങയോ കപ്പലണ്ടിയോ നമ്മുടെ കശുവണ്ടിപ്പരിപ്പ് അതൊക്കെ പൊടിച്ച് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്കാണ്. അല്ലെങ്കിൽ പിള്ളേർക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കണമെങ്കിൽ. പിന്നെ ഞാൻ ഇതിനകത്തിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. ഇവന്മാർക്ക് ഇതൊന്നും കടിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ ഇത് മാത്രമാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ആ ശർക്കരയൊക്കെ ഒന്ന് പറ്റി
നമ്മുടെ തേങ്ങയിലൊക്കെ നല്ലപോലെ മധുരമൊക്കെ പിടിച്ച് തേങ്ങ നന്നായിട്ട് ആ ശർക്കരയ്ക്കകത്ത് കിടന്നൊന്ന് വെന്ത് വരണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ശർക്കര ഇട്ട് ഇളക്കി നമ്മൾ വെക്കുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ ശർക്കര നമ്മൾ ഈ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലപോലെ ഈ വിളയിച്ചുണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ നമ്മുടെ കൂട്ട് തയ്യാറായി. ഇനിയിപ്പോൾ നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാവേ. നമ്മുടെ ഗോതമ്പ് പൂവട തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ശകലം നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ശകലം ഗോതമ്പ് പൊടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാവേ. നമുക്ക് നമ്മുടെ ഓരോ ഉരുളകളും നമുക്കിങ്ങനെ ഈ മാവിനകത്ത് ജസ്റ്റ് ഒന്ന് മുക്കി, ഒത്തിരി പൊടി വേണ്ട, ഇതിനകത്തൊന്ന് മുക്കി നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയൊന്നും കട്ടി കുറയ്ക്കേണ്ട, നമുക്കൊരു ശകലം കട്ടി വേണം, ഒത്തിരി വലിയ വലിപ്പവും വേണ്ട. എന്നാൽ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഇച്ചിരി കട്ടി കുറച്ച് കിട്ടുകയും വേണം. അതുകൊണ്ട് ഇങ്ങനെയൊന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഒത്തിരി മാവൊന്നും ഇട്ട് പരത്തരുത്. ഒത്തിരി മാവിട്ട് പരത്തിക്കഴിഞ്ഞാൽ മാവൊക്കെ നമ്മുടെ അടുത്ത് വെളുത്തിരിക്കും. ഇതുകൊണ്ട് ഇത്രയും വലിപ്പത്തിന് നമുക്ക് ഇത്രയും കട്ടിക്ക് നമുക്ക് എടുത്താൽ മതി. അപ്പം ഇങ്ങനെ നമുക്കുള്ളതെല്ലാം ഈ ബാക്കിയുള്ളതും ഒന്ന് പരത്തിയെടുക്കാവേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ ഫില്ലിങ് ഈ സൈഡിലൊന്ന് വെച്ച് കൊടുക്കാവേ. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. നമ്മുടെ പൂവടയ്ക്കകത്ത് നമ്മൾ കൂട്ടൊക്കെ വെച്ചു, നമ്മളൊന്ന് മടക്കി വെച്ചു. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ ഈ പോർക്ക് വെച്ചൊന്ന് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്, ഇത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാവേ. നന്നായിട്ടിരുന്നോളൂ. അപ്പോൾ ഈ ഫില്ലിംഗ് ഒന്നും വിട്ടു പോവുകയില്ല. അപ്പം നമ്മൾ ഇങ്ങനെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് നമ്മൾ ആവിയിൽ നമ്മൾ പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് വേണമെങ്കിലും നമുക്ക് പൊരിച്ചെടുക്കാം. പക്ഷേ ഇത്രയും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെയും നമ്മൾ കൊണ്ട് എണ്ണയ്ക്കകത്തിടുമ്പോൾ അത് വേറൊരു ഇതിലായി പോവുകയല്ലേ. അതുകൊണ്ട് നമുക്കിതിങ്ങനെ മൊത്തം ഒന്ന് എടുത്തിട്ട് നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് പൂവട ഓരോന്നോരോന്നായിട്ട് നമുക്കതിനകത്തോട്ട് വെച്ച് കൊടുക്കാവേ. മേളിൽ വെക്കരുത്, അത് ഒട്ടിപ്പിടിച്ചു. അപ്പോൾ നമുക്കിനകത്ത് വെക്കാൻ സ്പേസ് ഉള്ള പോലെ നമുക്ക് വെച്ച് വേണം ഇത് എടുക്കാനായിട്ട്. നമുക്കിനകത്ത് വെച്ച് എടുക്കാം, അല്ലെങ്കിൽ അത് മേളി വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പോകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അട റെഡിയായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാവേ. നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ വെച്ച് പുഴുങ്ങിയെടുക്കാം. നമുക്ക് 2 എണ്ണം വീതം വെച്ചെടുക്കാം, ഇല്ലേ അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയില്ല. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് പൂവട റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ, എന്നാൽ അകത്ത് നല്ല ഫില്ലിങ്ങോട് കൂടി അടിപൊളിയായിട്ടുള്ളതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഗോതമ്പ് പൂവട. നമ്മുടെ വീഡിയോ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.